പുതുതായി വരുന്നതും താൽക്കാലിക താമസക്കാരും ഉൾപ്പെടെയുള്ള കനേഡിയന്മാരെ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നേരിടാൻ സഹായിക്കുന്നതിനായി പുതിയ റൗണ്ട് പേയ്മെന്റുകൾ 2025 മുതൽ കാനഡയിൽ തുടക്കമാകും. വ്യക്തികളെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി സർക്കാർ 5 പ്രധാന ആനുകൂല്യ പരിപാടികളാണ് അവതരിപ്പിച്ചത്. യോഗ്യതയുള്ളവർ ഈ ആനുകൂല്യങ്ങൾ എങ്ങനെ ആക്സസ് ചെയ്യാമെന്നും ഏതൊക്കെയാണ് ഈ പദ്ധതിയെന്നും നമുക്ക് നോക്കാം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കുടുംബങ്ങളെ സഹായിക്കുന്നതിന് കാനഡ ചൈൽഡ് ബെനിഫിറ്റ് പ്രതിമാസ നികുതിരഹിത പേയ്മെന്റുകൾ നൽകും. താൽക്കാലിക താമസക്കാർ ഉൾപ്പെടെ എല്ലാ കനേഡിയൻ നിവാസികളും ഈ പദ്ധതിക്ക് അർഹരാണ്. താൽക്കാലിക താമസക്കാരാണെങ്കിൽ കുറഞ്ഞത് 18 മാസമെങ്കിലും കാനഡയിൽ താമസിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പദ്ധതിക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രതിവർഷം $7,787 വരെയാണ് ലഭിക്കുക. 6 മുതൽ 17 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പ്രതിവർഷം $6,570 വരെ ലഭിക്കും. കുടുംബത്തിൻ്റെ വരുമാനം $36,502 കൂടുതലാണെങ്കിൽ പേയ്മെൻറ്റുകളും കുറയും. RC66 ഫോം ഉപയോഗിച്ച് ഓൺലൈനായോ മെയിൽ വഴിയോ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കും. അടുത്ത പേയ്മെൻറ്റുകൾ ജനുവരി 20, ഫെബ്രുവരി 19, മാർച്ച് 18 എന്നിങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. താഴ്ന്ന വരുമാനക്കാരും ഇടത്തരം വരുമാനക്കാരുമായ കുടുംബങ്ങൾക്ക് ചരക്ക് സേവന നികുതി, ഹാർമോണൈസ്ഡ് സെയിൽസ് ടാക്സ് എന്നിവ നൽകുന്നതിന് സർക്കാർ സഹായം ലഭിക്കും. താൽക്കാലിക താമസക്കാർ ഉൾപ്പെടെയുള്ള കനേഡിയൻ നിവാസികൾ ഈ പദ്ധതിക്ക് അർഹരാണ്. നിങ്ങളുടെ നികുതികൾ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയമേവ യോഗ്യത നേടും. ഇതിന് പ്രത്യേകമായി അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. വ്യക്തികൾക്ക് പ്രതിവർഷം $519 വരെയും ദമ്പതികൾക്ക് പ്രതിവർഷം $680 വരെയുമാണ് ലഭിക്കുക. 19 വയസ്സിന് താഴെയുള്ള ഓരോ കുട്ടിക്കും പ്രതിവർഷം $179 അധികമായി ലഭിക്കും. 2025 ജനുവരി 3, 2025 ഏപ്രിൽ 4, ജൂലൈ 5 എന്നീ തീയതികളിലാണ് അടുത്ത GST HST പേയ്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. കാനഡയുടെ മറ്റൊരു പദ്ധതിയാണ് അഡ്വാൻസ്ഡ് കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റ്. താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ടാക്സ് റീഫണ്ട് ചെയ്യുന്ന പദ്ധതിയാണ് അഡ്വാൻസ്ഡ് കാനഡ വർക്കേഴ്സ് ബെനിഫിറ്റ് ACWB. കുറഞ്ഞ വരുമാനമുള്ള ആളുകളെ പിന്തുണയ്ക്കുന്നതിനും അവരെ തൊഴിൽ മേഖലയിൽ തുടരാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. താഴ്ന്ന വരുമാനമുള്ള വ്യക്തികളും കുടുംബങ്ങളുമാണ് ഈ പദ്ധതിക്ക് യോഗ്യത നേടുക. നിങ്ങൾക്ക് എത്ര എമൗണ്ട് ലഭിക്കുമെന്നത് നിങ്ങളുടെ വരുമാനം, കുടുംബ വലിപ്പം, കാനഡയിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്നിവയെ ആശ്രയിച്ചായിരിക്കും. ഈ പദ്ധതി പ്രകാരം വ്യക്തികൾക്ക് പ്രതിവർഷം $1,518 വരെ ലഭിക്കും. കുടുംബങ്ങൾക്ക് പ്രതിവർഷം $2,616 വരെയും ലഭിക്കും. ഓരോ 3 മാസത്തിലുമാണ് പേയ്മെൻറ്റ് ലഭിക്കുക. ഇതിനും പ്രത്യേക അപേക്ഷ ആവശ്യമില്ല. നിങ്ങളുടെ നികുതികൾ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയമേവ യോഗ്യത നേടും. 2025 ജനുവരി 10, ഏപ്രിൽ 11, ജൂലൈ 12 എന്നിവയാണ് അടുത്ത പേയ്മെൻറ്റ് തീയതികൾ. അടുത്തത് കാനഡ കാർബൺ റിബേറ്റ് പദ്ധതിയാണ്. മുമ്പ് ക്ലൈമറ്റ് ആക്ഷൻ ഇൻസെൻറ്റീവ് പേയ്മെൻറ്റ് എന്നായിരുന്നു ഈ പദ്ധതിയെ വിളിച്ചിരുന്നത്. ചില പ്രവിശ്യകളിലെ ആളുകളെ ഹരിതഗൃഹ വാതക ഉൽപ്പാദനത്തിൽ നിന്നുള്ള ചെലവുകൾ വഹിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത്. ആൽബർട്ട, സസ്കോച്ചവൻ, മാനിറ്റോബ, ഒൻറ്റാറിയോ എന്നിവിടങ്ങളിലെ താമസക്കാരാണ് ഇതിന് യോഗ്യത നേടുക. ഗ്രാമീണ മേഖലകളിലോ ചെറിയ സമൂഹങ്ങളിലോ താമസിക്കുന്ന ആളുകൾക്ക് അധിക പേയ്മെൻറ്റുകൾ ലഭ്യമാണ്. നിങ്ങളുടെ പ്രവിശ്യയെ ആശ്രയിച്ചായിരിക്കും തുക ലഭിക്കുക. ആൽബർട്ടയിലെ കുടുംബങ്ങൾക്ക് പ്രതിവർഷം $1,544 വരെ ലഭിക്കും. ഒൻറ്റാറിയോയിലെ കുടുംബങ്ങൾക്ക് പ്രതിവർഷം $976 വരെ ലഭിക്കും. ജനുവരി 15, ഏപ്രിൽ 15, ജൂലൈ 15, ഒക്ടോബർ 15 എന്നീ തീയതികളിലാണ് 2025 പേയ്മെൻറ്റുകൾ ലഭിക്കുക. മറ്റൊരു പദ്ധതിയാണ് ഒൻറ്റാറിയോ ട്രിലിയം ബെനിഫിറ്റ്. ഒൻറ്റാറിയോയിലെ താഴ്ന്നതും ഇടത്തരം വരുമാനമുള്ളതുമായ ആളുകൾക്ക് ചില ചെലവുകൾ വഹിക്കാൻ സഹായിക്കുന്ന ഒരു പേയ്മെൻറ്റാണ് ഒൻറ്റാറിയോ ട്രിലിയം ബെനിഫിറ്റ്. 3 തരം ക്രെഡിറ്റുകൾ സംയോജിപ്പിച്ചാണ് ഈ പദ്ധതി. അതിലൊന്ന് ഒൻറ്റാറിയോ എനർജി ആൻഡ് പ്രോപ്പർട്ടി ടാക്സ് ക്രെഡിറ്റ് ആണ്. ഊർജ്ജ ബില്ലുകളും പ്രോപ്പർട്ടി ടാക്സുകളും കൈകാര്യം ചെയ്യാനാണ് ഇത് സഹായിക്കുന്നത്. അടുത്തത് ഒൻറ്റാറിയോ സെയിൽസ് ടാക്സ് ക്രെഡിറ്റ് ആണ്. വിൽപ്പന നികുതി ചെലവുകൾ കൈകാര്യം ചെയ്യാനാണ് ഇത് സഹായിക്കുന്നത്. മൂന്നാമത്തേത് നോർത്തേൺ ഒൻറ്റാറിയോ എനർജി ക്രെഡിറ്റ് ആണ്. വടക്കൻ ഒൻറ്റാറിയോയിലെ ആളുകളെ ഊർജ്ജ ചെലവുകൾ പിന്തുണയ്ക്കുന്നതിനാണ് ഈ പദ്ധതി. 2023 നികുതി റിട്ടേൺ ഫയൽ ചെയ്ത ഒൻറ്റാറിയോ നിവാസികളാണ് ഒൻറ്റാറിയോ ട്രിലിയം ബെനിഫിറ്റ് പദ്ധതിക്ക് യോഗ്യത നേടുക. താൽക്കാലിക താമസക്കാർ താമസ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ യോഗ്യത നേടാം. നിങ്ങളുടെ വരുമാനത്തെയും കുടുംബ വലിപ്പത്തെയും ആശ്രയിച്ചായിരിക്കും പേയ്മെൻറ്റുകൾ. പ്രതിവർഷം പരമാവധി $1,013 ആണ് ലഭിക്കുക. അടുത്ത പേയ്മെൻറ്റ് തീയതി ജനുവരി 10 ആണ്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും വർക്ക് പെർമിറ്റ് ഹോൾഡർമാരും പോലുള്ള താൽക്കാലിക താമസക്കാർക്ക് താമസ വരുമാന മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഈ ആനുകൂല്യങ്ങൾക്ക് യോഗ്യത നേടാനാകും. ഇതിന് അപേക്ഷിക്കാൻ കാനഡ റവന്യൂ ഏജൻസി വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. ആവശ്യാനുസരണം നിങ്ങളുടെ നികുതികൾ ഫയൽ ചെയ്യുക. കാനഡ ചൈൽഡ് ബെനിഫിറ്റിനായി ഫോം RC66 പോലുള്ള ആവശ്യമായ ഫോമുകൾ സമർപ്പിക്കുക. വാടക കരാറുകൾ അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബില്ലുകൾ പോലുള്ള റെസിഡൻസിയുടെ തെളിവുകളും നിങ്ങൾ നൽകേണ്ടതായി വരും.